ഹലോ ഗൈസ്, വെൽക്കം ടു ദ ചാനൽ. നമ്മളിതാ ഒരു ചെറിയൊരു വീഡിയോ ആണ്. നാളെ വരാൻ പോണ 3 പ്ലെയറിനെ പറ്റി ചെറിയൊരു ഷോർട്ട് വീഡിയോ, വേറെ അതിനെപ്പുറത്ത് റിവ്യൂ ഒന്നുമല്ല. അപ്പം നാളെ ആദ്യം വരാൻ പോകുന്നത് ലൂയിസ് വാരസിൻ്റെ ഒരു കാർഡാണ്. ഇത് ഗോൾ പോച്ചറാണ് സ്റ്റൈൽ വരുന്നത്. 2 ടൈപ്പ് സ്കില്ലാണ് വരുന്നത്, അറ്റാക്കിങ് സർജും ഫിനോമിനൽ ഫിനിഷിങ്ങും. ഈ കാർഡിനെ പറ്റി പറയുകയാണെങ്കിൽ ലിവർപൂളിൻ്റെ കാർഡിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്ര എത്തുമോയെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ എന്നാലും അത്ര ബാഡായിട്ടുള്ള കാർഡല്ല. എന്തായാലും ഗോൾ പോച്ചറിലൊരു ടോപ്പ് 10-ലില്ലെങ്കിലും അതിന് താഴെയുള്ള എന്തായാലും ഉള്ള കാർഡാണ്. കാരണം അറ്റാക്കിങ് സർച്ച് എന്ന് പറയുന്ന സ്കില്ല് പുതിയ വന്നൊരു സ്കില്ലാണ്. പ്ലസ് അത് ഇത്തിരി ഓവർ പവർഡാണ്. നിങ്ങൾ ക്രൂയിഫിൻ്റെ കാർഡൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. അതിൻ്റെ ഒപ്പം ഫിനോമിനൽ ഫിനിഷിങ്ങും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബോക്സിൻ്റെ ഉള്ളിൽ എന്തായാലും ഫിനിഷിനുള്ള കേസ് ഷുവറാണ്. അടുത്തത് ജി ബ്രോങ്കോസ്റ്റ് എന്ന് പറഞ്ഞൊരു കാർഡാണ്. പറയാത്തിരി പാടാണ്. എന്നാലും ഈ കാർഡിനെ പറ്റി പറയുകയാണെങ്കിൽ 2 സ്കില്ലാണ് തന്നെ, ലോ സ്കീമറും എഡ്ജ് ക്രോസിംഗ് ആണ്. ഈ കാർഡിൻ്റെ ബാക്കിയുള്ള കാർഡ് വെച്ച് നോക്കുമ്പോൾ ഇത് മെറ്റാ കാർഡായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം മാർസെലോ ഉണ്ട്, റോബർട്ടോ കാർലോസ് ഉണ്ട്. മാർസെലോയുടെ കാർഡ് ഈ അടുത്തിറങ്ങിയത് അത്രയും സീൻ കാർഡാണ്. അത് ഫുൾ ബാക്ക് ഫിനിഷറാണ് അതിൻ്റെ സ്റ്റൈൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ റോബർട്ടോ കാർലോസ് ആണെങ്കിൽ അറ്റാക്കിങ് ഫുൾ ബാക്കുമാണ് വരണത്. അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കാർഡ് മെറ്റയല്ല എന്ന് തന്നെ പറയാം. കുഴപ്പമില്ല. ആക്സിലേഷൻ 92 ഉണ്ട്. നിങ്ങൾ ഈ ഒരു കാർഡിന് വേണ്ടി ഇത് എന്തായാലും കറക്കണ്ട. ബോൾ കൺട്രോൾ വരെ 84 ആ സമയത്ത് നിങ്ങൾ മാർസെല്ലോ അല്ലെങ്കിൽ റോബർട്ടോ കാർലോസിൻ്റെ അടുത്ത് അറിയാം എത്ര വ്യത്യാസം വരുന്നുണ്ടെന്ന്. പിന്നെ അവസാനത്തെ കാർഡാണ് ഷ്വൈൻസ്റ്റൈഗറിൻ്റെ കാർഡ്. ഇത് ബോക്സ് ടു ബോക്സ് ആണ് വരണത്. നിങ്ങളുടെ കയ്യിൽ ആരുടെയെങ്കിലും ഈ അടുത്ത് വന്ന ലോങ് ബോൾ കൗണ്ടർ, ബെക്കമറിൻ്റെ മാനേജർ, അങ്ങനെ ലോങ് ബോൾ കൗണ്ടർ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മിക്കതും ആവശ്യമായിട്ടുള്ള ഒരു പ്ലേയിങ് സ്റ്റൈലാണ് ബോക്സ് ടു ബോക്സ്. കാരണം അവരുടെ ലിങ്കപ്പ് പ്ലെയർ ബോക്സ് ടു ബോക്സ് കുറേ വരുന്നുണ്ട്. ഇപ്പോൾ ബെക്കംബറിനാണെങ്കിൽ ഈ ഒരു കാർഡ് അതിന് ഭയങ്കര സൂട്ടായിട്ടുള്ളൊരു കാർഡായിരിക്കും. പിന്നെ ഇതിൻ്റെ സ്കില്ല് എന്ന് പറയുന്നത് ഫിനോമിനൽ പാസും ലോങ് റീച്ച് ടാക്കിളുമാണ്. ഫിനോമിനൽ പാസ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഇതന്നെ കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് വന്ന മാർസലോയുടെ കാർഡ് ഉണ്ട്, അതിൽ അവന് ഫിനോമിനൽ പാസ്സാണ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് അതിൻ്റെ പാസിങ്ങിൽ വ്യത്യാസം വേണമെങ്കിൽ നല്ലോണം മനസ്സിലാവും. ലോങ്ങിൽ നിന്ന് വെക്കണ പാസ് സാധാ ഒരു ഫിനോമിനൽ പാസ് ഇല്ലാത്ത ആളും ഫിനോമിനൽ പാസ്സുള്ള ആളും ഭയങ്കര വ്യത്യസ്ത രീതിയിൽ വെക്കുക. ഇടയ്ക്ക് ബ്രേക്കിംഗ് ആയിട്ടുള്ള പാസുകളും വയ്ക്കാൻ പറ്റും. പിന്നെ ലോങ് റീച്ച് ടാക്കിൾ, ഇങ്ങനെ ഇത് ഈ 2 സ്കില്ല് രണ്ട് ടൈപ്പ് സ്കില്ലാണ്. ഈ ഷ്വൈൻസ്റ്റൈഗറിന് നൈസ് ഡിഫെൻസീവിൽ എന്തായാലും ലോങ് റീച്ച് ടാക്കിളുള്ള സ്കില്ലുണ്ടെങ്കിൽ ഭയങ്കര ഉപയോഗമുള്ളൊരു സംഭവമാണ്. ഒട്ടുമിക്ക എല്ലാവരെയും പെട്ടെന്ന് ബോൾഡ് വെക്കാൻ പറ്റും. ഈ സെൻറ്റർ ബാക്ക്, DMF അത്യാവശ്യം അത്ര നല്ല കാർഡുകളൊക്കെയാണ് ഈ ലോങ് റീച്ച് ടാക്കിളൊക്കെ വരുന്നത്. സാധാ ലോങ് റീച്ച് ടാക്കിളും ഫോർട്രസൊക്കെ ആയിട്ടാണ് വരാറ്. ഇത് ഫിനോമിനൽ പാസും ലോങ് റീച്ച് ടാക്കിൾ വിത്ത് ബോക്സ് ടു ബോക്സ്. എന്തായാലും ഈ ഒരു കാർഡിന് വേണ്ടി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തോ. കാരണം ഈ ഒരു കാർഡ് വെർത്തിട്ടാണ്. ലൂയിസ് വാരസിനെ വെച്ച് നോക്കുമ്പോൾ അത് രണ്ടാമത് വരണുള്ളൂ. ഏറ്റവും ഫസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഷ്വൈൻസ്റ്റൈഗറിന് തന്നെ ആയിരിക്കും ഏറ്റവും നല്ല ബെറ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെയാണെന്ന് വെച്ച് നോക്കിയിട്ട് പറയാം. അപ്പോൾ താങ്ക് യു, ബൈ.